CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. പക്ഷേ ഈ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തിക്കാൻ സർക്കാർ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇതിൽ CSI സഭയുടെ നിലപാടെന്താണ്? വീര്യം കുറഞ്ഞ മദ്യം സമൂഹത്തിന് ദോഷം ചെയ്യുന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഗവൺമെൻറ് ആ നിലപാടിൽ നിന്ന് പിന്തിരിയേണ്ടതാണ് ആവശ്യം. സമൂഹത്തിൽ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യം സുലഭമാക്കുമ്പോൾ അത് അടുത്ത തലമുറയെ കൂടുതലായി നശിപ്പിക്കുന്നതിനും ആ വീര്യം കുറഞ്ഞ മദ്യത്തിൽ നിന്ന് വീര്യം കൂടിയ മദ്യത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിയുവാനൊക്കെ കാരണമാകും. ഇത്തരം വിഷയങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ചർച്ചയാകുമെന്ന് തോന്നുന്നുണ്ടോ? സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ചർച്ചയിൽ വരുന്നതാണല്ലോ. കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, സമൂഹത്തിലുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സഭയ്ക്ക് എന്തെങ്കിലും പ്രത്യേക നിലപാടോ അങ്ങനെ എന്തെങ്കിലും? സഭ ഒരിക്കലും രാഷ്ട്രീയ ഇലക്ഷനുകളിൽ ഇടപെടാറില്ല. കാരണം ഒരു സ്വതന്ത്രമായി ചിന്തിക്കുവാൻ കഴിവുള്ളതാണ് മഹായിടവകയുടെ മക്കൾ എന്നുള്ള പൂർണ്ണ ബോധ്യമാണ് ബിഷപ്പ് എന്ന നിലയിലുള്ളത്. എന്തായാലും വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലെത്തിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ CSI സഭ രംഗത്ത് വന്നിരിക്കുന്നത്. ആ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് CSI സഭയുടെ നിലപാട്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് മാതൃഭൂമി ന്യൂസ്.